വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രഖ്യാപിച്ച സുപ്രധാന പദ്ധതിയായിരുന്നു കാരുണ്യ അറ്റ് ഹോം. പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും ആവശ്യമായ മരുന്നുകൾ വീടുകളിൽ എത്തിച്ചു നൽകുക, ആവശ്യമായ ടെസ്റ്റുകൾ വീട്ടിൽ തന്നെ ചെയ്തു നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വാർഡ് തല കമ്മിറ്റികളിൽ ഗുണഭോക്താക്കളുടെ പട്ടികയുണ്ടാക്കി ആശാവർക്കർമാരിലൂടെയും സാമൂഹ്യ സേവകരിലൂടെയും സേവനം വീടുകളിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ പലയിടങ്ങളിലും ഒരു സേവനവും ലഭിക്കുന്നില്ല. രാവിലെ ഒരു 8-8:30 മണിക്കൊക്കെ പോകും. എന്നിട്ട് അവിടുന്ന് ഷുഗറും കൊളസ്ട്രോളും എല്ലാം നോക്കി എന്നിട്ട് അതിനുള്ള മരുന്നാണ് തരുന്നത്. വീട്ടിലെത്തിച്ച് തരുന്നില്ല? ഇല്ല, ഞാൻ പോയി മേടിക്കണം. രാവിലെ പോയാൽ ഒരു 12-1 മണിയൊക്കെ ആവും തിരിച്ചു വരണമെങ്കിൽ. സാമൂഹ്യ സേവകരും ചില ആശാവർക്കർമാരും പദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിലും ചില അത്യാവശ്യ മരുന്നുകൾ എത്തിച്ചു നൽകുന്നുണ്ട്. പക്ഷേ അതിനെ മാത്രം ആശ്രയിക്കാനാകില്ല. മുനിസിപ്പാലിറ്റിൻ്റെ വഴികാട്ടി എന്നുള്ള മരുന്നാണ് ഇതുവരെ കിട്ടിയത്. അത് ആശാവർക്കറെടുത്തോ അവിടെ ജോലി ചെയ്യുന്നവരെടുത്തോ ഷീട്ട് കൊടുത്തിട്ട് കൊണ്ടെത്തരും. കാണിക്കാൻ പോകുമ്പോൾ ഞാൻ ചില സമയം വയ്യാതാണെങ്കിൽ പോയി കാണിച്ചു വരും. സംസ്ഥാന ബജറ്റുകളിൽ പ്രഖ്യാപിക്കുന്ന പല ക്ഷേമ പദ്ധതികളെയും പോലെ പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു കാരുണ്യ അറ്റ് ഹോമും. മാതൃഭൂമി ന്യൂസ്, വയനാട്.